ഇത് കോഴിക്കോട് നഗരത്തിലെ അരയടത്ത് പാലത്തിന് സമീപത്തുള്ള ബെവ്കോ ഔട്ട്ലെറ്റിൽ മദ്യം വാങ്ങാനെത്തിയവരുടെ നീണ്ട നിരയാണ്. മദ്യത്തിനായി പൊള്ളുന്ന വെയിലിനെ പോലും അവഗണിച്ച് മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്ന കാഴ്ചയാണ് കാണാനാകുന്നത്. സാധാരണ ദിവസത്തേക്കാൾ വൈകിയാണ് ഔട്ട്ലെറ്റുകൾ തുറന്നതെങ്കിലും വൻ തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. നീണ്ട നിരയിൽ മദ്യത്തിനായി കാത്തുനിന്നവരിൽ നഗരത്തിന്റെ ദൂരസ്ഥലത്തു നിന്ന് എത്തിയവരുമുണ്ടായിരുന്നു. സർക്കാർ പ്രശ്നത്തിൽ പരിഹാരം കാണണമെന്നായിരുന്നു ഇവരുടെ പ്രധാന ആവശ്യം. മദ്യം കിട്ടണം, നമുക്ക് മദ്യം കിട്ടണം. ഇപ്പം ഞങ്ങൾ 4 മണിക്കൂർ നിൽക്കുക. നമ്മളെ പൈസ കൊടുത്തിട്ടാണ് നമ്മൾ സാധനം വാങ്ങുന്നത്. മാറ്റം വേണം. മാറ്റം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇവർ ഇഷ്ടം പോലെ കൗണ്ടർ തുറക്കുക, ജനങ്ങൾ വരിക, വാങ്ങുക, പോവുക. നമ്മളിപ്പോൾ റേഷൻ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ച് പൈസ കൊടുത്ത് പോയി, ബസ്സിൽ കയറി ടിക്കറ്റ് എടുത്ത് പോയി, അതേപോലെ ചെയ്യുക. അപ്പോൾ ഇതിനൊരു പരിഹാരം കാണുക, നമ്മളെ സർക്കാർ കാണുക. ഗതാഗത തടസ്സവും ക്രമസമാധാന പ്രശ്നവും മദ്യശാലകൾക്ക് മുന്നിലുണ്ടായപ്പോൾ പോലീസിനും നോക്കി നിൽക്കാനായില്ല. കേരളത്തിലേക്ക് ഞങ്ങളൊക്കെ കുടിക്കുന്ന ആൾക്കാരാണ്. ഇങ്ങനെ ആൾക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഈ ഗവൺമെൻറ് ഇങ്ങനെ ചെയ്താൽ ഞങ്ങൾ എന്താ ചെയ്യുക? ഇത് എന്തെങ്കിലും ഒരു തീരുമാനം നിങ്ങൾ ആക്കാനിട്ടാ എല്ലാവരും കുടിക്കാൻ നാട്ടുകാരെ തീരുമാനം എടുക്കാൻ വേണ്ടി ഇല്ല ഗവൺമെൻറ് എടുക്കുക. ഞങ്ങളിപ്പോൾ 2 മണിക്കൂറായി. ഇനിയിപ്പോൾ രാത്രി 9 മണിയാകുമ്പോൾ ബസ് കിട്ടില്ല. ഞങ്ങൾക്ക് ലോങ് പോകുന്ന ആൾക്കാരാണ്. ഞങ്ങൾ കുറേ ബുദ്ധിമുട്ടിച്ചിട്ടാണ് ഞങ്ങൾക്കിപ്പോൾ പരിഗണിക്കുന്നത് സാറേ. എന്താ വെച്ചാൽ തീരുമാനം എടുക്കണം ഗവൺമെൻറ്. കോഴിക്കോട് ജില്ലയിൽ മാത്രം കള്ളുഷാപ്പുകൾ ഉൾപ്പെടെ 85 മദ്യശാലകൾക്കാണ് പൂട്ടുവീണത്. പ്രവർത്തിക്കുന്നതാകട്ടെ 4 വിദേശ മദ്യശാലകളും 6 ബിയർ വൈൻ പാർലറുകളും മാത്രം. ഇടുങ്ങിയ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന ബെവ്കോ ഔട്ട്ലെറ്റുകളിലെ ജീവനക്കാരും തിരക്കു കാരണം നട്ടം തിരികെയാണ്. റിപ്പോർട്ടർ, കോഴിക്കോട്.